നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 73.25% പോളിംഗിന് ശേഷമുള്ള പ്രാഥമിക കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. 3 പ്രധാന സ്ഥാനാർത്ഥികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. വിജയമുറപ്പിച്ചാണ് ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രതികരണം. സ്വരാജും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 30,000 എങ്കിലും ഭൂരിപക്ഷം നേടുമെന്ന വമ്പൻ അവകാശവാദമാണ് അൻവർ ഉയർത്തുന്നത്. UDF തകർക്കും. ആര്യാടൻ ഷൌക്കത്ത് MLA മാറുക. അതിനേക്കാളും വലുത് ഞാൻ MLA ആവുക അല്ലേ എന്നുള്ളതിനേക്കാളും വലുത് UDF തിരിച്ചു പിടിക്കുകയാണ്. നിലമ്പൂർ UDF തിരിച്ചു പിടിച്ചു. ആര്യാടൻ്റെ മണ്ഡലം തിരിച്ചു പിടിക്കും. നിലമ്പൂർ UDF തിരിച്ചു പിടിച്ചു. ഇനി എണ്ണി എത്രയാണെന്നുള്ളത് തീരുമാനിച്ചാൽ മാത്രം മതി. എത്ര ഭൂരിപക്ഷം ഒന്ന് പ്രവചിക്കാമോ? ഇനി ഭൂരിപക്ഷം ചരിത്ര ഭൂരിപക്ഷം. മണ്ഡലത്തിലെ പൊതുവായ സ്ഥിതി എന്താണെന്ന് അറിയില്ലല്ലോ. ഓരോ ബൂത്തുകളിൽ ചെല്ലുമ്പോൾ അവിടെ അപ്പോൾ ഉള്ള പോളിംഗ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് നമുക്കറിയുക. ഇപ്പോൾ ഞാൻ ചെന്ന ബൂത്തുകളിൽ ചിലതിലൊക്കെ 75 അടുക്കുന്നുണ്ട്. അല്ല, 100% വോട്ട് ചെയ്യണമെന്നുള്ള അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ആത്മവിശ്വാസം ഈ പാവപ്പെട്ട മനുഷ്യന്മാർ നിൽക്കുമ്പോൾ നമ്മളെന്തിനാ ആത്മവിശ്വാസക്കുറവ്? ഈ ജനങ്ങളാണ് എന്നും എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. ഒന്നും അല്ലാത്ത PV അൻവർ അന്നും ആളുണ്ടായിട്ടില്ല. 2014 നിലമ്പൂരിൽ കൂടെ ജീപ്പിൻ്റെ മൊത്തം കയറി 14 ദിവസം അന്ന് പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ടായിരുന്നത്. ഈ ഒരു ജീപ്പിൻ്റെ മുകളിൽ കയറി ഇതിലെങ്ങനെ നിലമ്പൂരിലൂടെ പോയി ഒറ്റ റൗണ്ട് അടിച്ചത്. അതിന് 9,000 8,900 വോട്ട് കിട്ടി. അപ്പോൾ അതൊക്കെ ജനങ്ങളല്ലേ. 70% പോളിംഗ് ഉണ്ട്. എത്ര വോട്ട് പ്രതീക്ഷ? 75,000 മുകളിൽ കിട്ടുന്നതന്നെയാണ് പ്രതീക്ഷ. 75,000 കുറേത്തെ വോട്ട് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഭൂരിപക്ഷത്തെ കുറിച്ച് എങ്ങനെയാണ്? ഭൂരിപക്ഷം ഈ പറഞ്ഞില്ല, 10,000-30,000 വോട്ടുണ്ടാവും. രാഷ്ട്രീയ പോരാട്ടത്തെ അതിജീവിക്കാൻ വർഗീയ കക്ഷികളുമായി UDF സന്ധി ചെയ്തെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. നിലമ്പൂരിൽ LDF നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ UDFന്റെ ഒരു പതിവ് ചേരുവയുണ്ട്. രാഷ്ട്രീയ തിരിച്ചടികളെ അതിജീവിക്കാൻ, രാഷ്ട്രീയ പോരായ്മകളെ അതിജീവിക്കാൻ എല്ലാ വർഗീയതയുമായി സ്ഥിരമായി സന്ധി ചെയ്യുക എന്നുള്ളത് കേരളത്തിലെ UDF എക്കാലവും സ്വീകരിച്ചു പോകുന്ന ഒരു നിലപാടാണ്. പുതിയ വർഗീയ ശക്തികളെയും വർഗീയ ചേരിയെയും തങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന നിഗൂഢ പദ്ധതികളാണ് UDFന്റെ. ഭൂരിപക്ഷം 15,000-ൽ കുറയില്ലെന്ന് AP അനിൽകുമാർ പ്രതികരിച്ചു. LDF സർക്കാരിനെതിരായ ട്രെൻഡ് മണ്ഡലത്തിലുണ്ടെന്നും അനിൽകുമാർ പറഞ്ഞു. ഞങ്ങൾ ആദ്യം ഇവിടെ ട്രെൻഡ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ട്. അത് UDF പ്രവർത്തകർക്ക് മാത്രമല്ല, LDFനകത്തുള്ളവർക്കും അതുണ്ട്. അവരുടെ ഒരു പ്രതിഷേധം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അല്ല, 15,000-ൽ താഴില്ല എന്നിടത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതിന് മുകളിലേക്ക് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ കണക്കെടുക്കേണ്ടതുള്ളത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ RSS സഹകരണ പരാമർശം തെരഞ്ഞെടുപ്പ് ദിവസവും ചർച്ചയാക്കി UDF. CPMന്റെ ആദ്യ ജനറൽ സെക്രട്ടറി P. സുന്ദരയ്യയുടെ രാജി ഓർമ്മിപ്പിച്ചാണ് KC വേണുഗോപാൽ തുറന്ന കത്തെഴുതിയത്. CPM RSS ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റിയത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്നും EP പറഞ്ഞതുപോലുള്ള കാര്യമല്ലേ MV ഗോവിന്ദൻ പറഞ്ഞതെന്നുമായിരുന്നു ചെന്നിത്തലയുടെ ചോദ്യം. പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ കത്തിലെ തന്നെ ആദ്യ വാചകം അതിന് പബ്ലിക് ഡൊമൈനിലുണ്ട്. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ 77-ൽ മത്സരിച്ചത് ആരുടെ പിന്തുണയോടുകൂടിയായിരുന്നു? അതേ MLA കൂത്തുപറമ്പിൽ. അദ്വാനിയും വാജ്പേയിയും തന്നെയല്ലേ അന്ന് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരിൽ പ്രധാനികൾ. 75-ൽ അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും CPM RSS ബന്ധമുണ്ടായിരുന്നു. 67-ൽ ബന്ധമുണ്ടായിരുന്നു. 89-ൽ ബന്ധമുണ്ടായിരുന്നു. 84-ൽ 2 സീറ്റും മാത്രം കിട്ടിയ BJPയെ വളർത്തി ഇന്ത്യയിലെ ഭരണകക്ഷിയാക്കാൻ ഇടതുപക്ഷം കൂട്ടുനിന്നിട്ടുണ്ട്. EP ജയരാജനെ എന്തുകൊണ്ടാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? തെരഞ്ഞെടുപ്പിന് തലേ ദിവസം അദ്ദേഹം BJPയുടെ പ്രഭാരിയുമായി ചായ കുടിച്ച വാർത്ത പുറത്തു വന്നതാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ഇപ്പോൾ ഇത് പറഞ്ഞ് MV ഗോവിന്ദൻ ഇത് പറഞ്ഞതോടുകൂടി അവർ തമ്മിൽ രണ്ടുപേരും ചെയ്ത ഒരേ തെറ്റല്ലേ?
ബൂത്ത് സന്ദർശനത്തിനിടെ സൗഹൃദം പങ്കുവച്ച് എം സ്വരാജും ആര്യാടൻ ഷൌക്കത്തും പരസ്പരം ആശ്ലേഷിച്ച് നേതാക്കൾ ആശംസകളും കൈമാറി മീട്ടിക്കുത്ത് സ്കൂളിലായിരുന്നു കൂടിക്കാഴ്ച. മാനവേദൻ സ്കൂളിൽ വെച്ച് ആര്യാടൻ ഷൌക്കത്തും അൻവറും കണ്ടുമുട്ടി. ഇരുവരും ഹസ്തദാനം നടത്തിയെങ്കിലും ആശ്ലേഷിക്കാൻ അൻവർ തയ്യാറായില്ല. ധൃതരാഷ്ട്ര ആലിംഗനമാകുമെന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം. അഭ്യൂഹങ്ങൾക്കൊടുവിൽ വി പ്രകാശിന്റെ കുടുംബം വോട്ട് രേഖപ്പെടുത്തി. എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയാണ് ഇവർ വോട്ട് രേഖപ്പെടുത്തിയത്. UDF ജയിക്കണമെന്നാണ് ആഗ്രഹമെന്നും ഷൌക്കത്ത് വോട്ട് ചോദിക്കാൻ എത്താത്തതിൽ പരാതിയില്ലെന്നും മകൾ നന്ദന പ്രകാശ് പറഞ്ഞു. വിജയസാധ്യത തീർച്ചയായും UDF ജയിക്കണമെന്ന് തന്നെയാണല്ലോ. കാരണം ഞങ്ങളുടെ പാർട്ടി UDF ആണല്ലോ. മരണം വരെ കോൺഗ്രസ്സുകാരിയായിരിക്കും എന്നാണ് നേരത്തെ പ്രതികരിച്ചിരുന്നത്. ഞങ്ങൾക്ക് പരാതിയില്ലാത്ത കാര്യമാണത്. വി പ്രകാശിന്റെ വീട്ടിൽ പോകുമോ എന്ന ചോദ്യത്തോട് ആര്യാടൻ ഷൌക്കത്ത് ഇന്ന് ഒഴിഞ്ഞുമാറി. ആര് വിചാരിച്ചാലും UDF വിള്ളൽ വരുത്താൻ കഴിയില്ല എന്ന് മാത്രമായിരുന്നു പ്രതികരണം. ഞാൻ ഇതിലൊരു കാര്യമാണ് പറഞ്ഞത്. എന്ത് ശ്രമിച്ചാലും UDFന്റെ വോട്ടിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല. നിലമ്പൂരിന്റെ എല്ലാ മേഖലയിലും രാവിലെ മുതൽ അനുഭവപ്പെട്ടത് മികച്ച പോളിംഗാണ്. കൊടും കാടിന് നടുവിലെ പോളിംഗ് ബൂത്തായ നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ ബൂത്തിലും ഇന്ന് വോട്ടെടുപ്പ് നടന്നു. ചോലനായ്ക്കർ ഉൾപ്പെടെ വോട്ട് ചെയ്യാനെത്തിയ ഏക ബൂത്താണിത്. നിലമ്പൂരിൽ വനമേഖലയുള്ള നിരവധി പോളിംഗ് ബൂത്തുകളുണ്ട്. പക്ഷേ കൊടുങ്കാട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പോളിംഗ് ബൂത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷന് ഉള്ളിലുള്ള ഒരു പോളിംഗ് ബൂത്ത് പൂർണ്ണമായും വനത്തിനുള്ളിലുള്ള ഒരു പോളിംഗ് ബൂത്താണ്. മാത്രവുമല്ല വനത്തിൽ താമസിക്കുന്ന ആളുകൾക്ക്, അതായത് ഉൾവനത്തിലെ ആദിവാസികൾക്കും ഗുഹാവാസികളായ ചോലനായ്ക്കർക്കും മാത്രമായുള്ള ഒരു ബൂത്ത് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. നെടുങ്കയം പ്രകൃതി പഠന കേന്ദ്രത്തിലാണ് ഈ ബൂത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ആ ബൂത്താണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ 255 പുരുഷ വോട്ടർമാരും 216 സ്ത്രീ വോട്ടർമാരും ഈ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തേണ്ടതാണ്. കഴിഞ്ഞ വർഷമൊക്കെ 70% പോളിംഗ് നടന്ന ഒരു ബൂത്ത് കൂടിയാണിത്. ഇവിടെ നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഒരു മേഖലയായതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. പെരും മഴയാണ് കാട്ടിൽ. കുറേ ദിവസങ്ങളായി നമ്മൾ സംസാരിക്കുന്നവരൊക്കെ കഴിഞ്ഞ ദിവസവും ആന ഇറങ്ങിയ കാര്യങ്ങളുമൊക്കെ ആന ഓടിച്ച കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ട്. റോഡരികെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ ആന ഞങ്ങൾ ജീപ്പിന് പുറകെ ഓടി വന്നു. ആന ഇവിടെ വെച്ചായിരുന്നു ചേച്ചി അത് അവിടെ വെച്ചു ആന പറപ്പിച്ച് മിശിങ്കോരി തോന്നുന്നു. പൂവത്തിന് ചോട്ടിൽ നിന്ന് ആനാണ് ഓടി വന്നു ജീപ്പിന് പുറകെ. ഓടി വന്ന് രക്ഷപ്പെട്ടല്ലേ? ആ അങ്ങനെ വോട്ട് ചെയ്തു. വോട്ട് ചെയ്തു. കാണിക്കുമോ? കൈയൊന്ന് കാണിക്കും. ആന ഓടിക്കാൻ വന്നാലും പേടിക്കാൻ വന്ന് വോട്ട് ചെയ്തിട്ട് പോവുക. ആന കണ്ട് പേടിച്ചിട്ടുണ്ട്. ആന ജീപ്പിന് പുറകെയാണ് ഓടി വന്നത്. നിങ്ങൾ വണ്ടിയിലാണ് ഓടിച്ചല്ലേ? ആന പേടിച്ചോ? പേടിക്കാതെ ആനയാണ്. എപ്പോഴും ശല്യം ഉണ്ടാവാറുണ്ടോ? ഇങ്ങനെയൊക്കെ വരുമ്പോൾ പേടിയാണ്. തണ്ടർബോൾട്ടിൻ്റെ സേന ഇവിടെ ക്യാമ്പ് ചെയ്യുന്നതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിന് തൊട്ടു പിന്നിൽ ഒരു പുഴ ഒഴുകുന്നുണ്ട്, കരിമ്പുഴ. മനോഹരമായ ഒരു ഭൂപ്രദേശമെന്ന് പുറത്തുനിന്ന് വരുന്ന നമ്മളെപ്പോലുള്ളവർക്ക് തോന്നുമെങ്കിലും ഇവിടുത്തെ ജീവിതം വളരെ ദയനീയമാണ്. അവർ വളരെ കൃത്യമായി വിവരിക്കുന്നുമുണ്ട്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ ആരും ക്ഷണിച്ചില്ല എന്ന് ശശി തരൂർ. ശശി തരൂരിന് മറുപടിയുമായി കോൺഗ്രസ് നേതൃത്വവും രംഗത്തു വന്നു. താരപ്രചാരകരുടെ പട്ടികയിൽ ശശി തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നുവെന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കി.
കോൺഗ്രസും UDFും ജീവൻ മരണ പോരാട്ടമായി കാണുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും ശശി തരൂരിനെ കണ്ടില്ല. നേതാക്കൾ ഒന്നടങ്കം നിലമ്പൂരിലേക്ക് വണ്ടി കയറിയിട്ടും പ്രചാരണ രംഗത്തെ തരൂരിന്റെ അസാന്നിധ്യം പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ ചർച്ചയായിരുന്നു. നിലമ്പൂരിലെ അസാന്നിധ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശശി തരൂരിന്റെ പ്രതികരണം ഇങ്ങനെ: ക്ഷണിച്ചിട്ടില്ലെന്ന് സത്യം തന്നെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, 16 ദിവസം ഞാൻ അന്താരാഷ്ട്രീയ ഒരു സഞ്ചാരത്തിലായിരുന്നു. അത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് സംഭവിച്ചത്. പക്ഷേ ആ സമയത്തും എനിക്കൊരു മിസ് കോളോ ഒരു ക്ഷണമോ ഒന്നും ഉണ്ടായിരുന്നില്ല തിരിച്ചു വന്ന ശേഷം കാണണം. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഒരു മെസ്സേജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ എക്സിസ്റ്റിംഗ് പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോയി. വീണ്ടും വിദേശത്തിലുമായിരുന്നു, ഒരു കമ്മിറ്റി മീറ്റിംഗ് ഡൽഹിയിലുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇന്നെത്തി. വോട്ടിംഗ് ദിനം ഇന്നലെ രാത്രി എത്തി. ചിലത് പറയാനുണ്ടെന്നും വോട്ടെടുപ്പ് കഴിയട്ടെ എന്നും പറയുന്നതിലൂടെ തന്റെ അതിർത്തി തുറന്നു പ്രകടിപ്പിക്കുകയാണ് തരൂർ. അതേസമയം ഉപതെരഞ്ഞെടുപ്പ് ദിവസത്തെ തരൂരിന്റെ പ്രസ്താവനയിൽ കോൺഗ്രസിനുള്ളിൽ അമർഷം പുകയുകയാണ്. എംപിക്ക് മറുപടിയായി താരപ്രചാരകരുടെ കൂട്ടത്തിൽ തരൂരിനെ ഉൾപ്പെടുത്തിയ പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടു. പട്ടികയിൽ 8ാമതായാണ് തരൂരിന്റെ പേരുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം.